ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് സീക്വൻസസ് ആൻഡ് സീരീസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലെ ചില കോൺസെപ്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ലെറ്റ് എ ആൻഡ് ബി എ സീക്വൻസ് സച്ച് ദാറ്റ് a0 is equal to 0, a1 is equal to 1/2, then 2an plus 2 is equal to 5an plus 1 minus 3an, where n is equal to 0, 1, 2, 3, etc. Then sigma k is equal to 1 to 100, ak is equal to. അപ്പോൾ നമുക്കൊരു സീക്വൻസ് തന്നിരിക്കുന്നു. ആ സീക്വൻസിലെ ഫസ്റ്റ് ടൈം 0 ആണ്, സെക്കൻഡ് ടൈം 1/2 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അതുകൂടാതെ മറ്റ് എലമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റിഡക്ഷൻ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ ഫസ്റ്റ് 100 ടൈംസിൻ്റെ സമ്മാണ് അല്ലേ. സം ഓഫ് ഫസ്റ്റ് 100 ടൈംസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഞാൻ ന്യൂട്ടൺസ് തിയറമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ ന്യൂട്ടൺസ് തിയറം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെന്നിരിക്കട്ടെ, ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. സപ്പോസ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെന്നിരിക്കട്ടെ. ഞാൻ എൻ ഇസ് ഈക്വൽ ടു ആൽഫ റൈസ് ടു n പ്ലസ് ബീറ്റ റൈസ് ടു n എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇനി ജനറലായിട്ട് പറയുകയാണെങ്കിൽ സം നമ്പർ ഇൻറ്റു ആൽഫ റൈസ് ടു n പ്ലസ് അനദർ നമ്പർ ഇൻറ്റു ബീറ്റ റൈസ് ടു n എന്നായിക്കോട്ടെ. അപ്പോൾ ഞാൻ എന്നെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? k1 ഇൻറ്റു ആൽഫ റൈസ് ടു n പ്ലസ് k2 ഇൻറ്റു ബീറ്റ റൈസ് ടു n. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് a ഇൻറ്റു x² മാറ്റിയിട്ട് അവിടെ എനിക്ക് n പ്ലസ് 2 കൊടുക്കാം, പ്ലസ് b ഇൻറ്റു അടുത്തത് x ആണല്ലോ, അതായത് x റൈസ് ടു 1. ആ x റൈസ് ടു 1 മാറ്റിയിട്ട് അവിടെ n പ്ലസ് 1 എഴുതാം. അതുപോലെ c ഇൻറ്റു അവിടെ ശരിക്കും x റൈസ് ടു 0 ആണ് കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ n പ്ലസ് 0 ആണ് ശരിക്കും. അപ്പോൾ n ഈക്വൽ ടു 0. ഈ റിലേഷൻ വാലിഡ് ആകും എന്നുള്ളതാണ് ന്യൂട്ടൺസ് തിയറം. അപ്പോൾ ഇത് ഞാനിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിവിടെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഞാനൊരു കാര്യം ചെയ്യുന്നു, തന്നിരിക്കുന്ന റിഡക്ഷൻ ഫോർമുല എടുക്കുന്നു. 2 ഇൻറ്റു an പ്ലസ് 2 നോക്കാം നമുക്ക്. 2 ഇൻറ്റു an പ്ലസ് 2 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു an പ്ലസ് 1 മൈനസ് 3an. ഓക്കെ, ഞാൻ ഈ an പ്ലസ് 2 മാറ്റിയിട്ട് അവിടെ x² കൊടുക്കുന്നു എന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ കൊടുക്കുകയാണ്. an പ്ലസ് 2 മാറ്റിയിട്ട് അവിടെ x² കൊടുക്കുന്നു. an പ്ലസ് 1 മാറ്റിയിട്ട് x കൊടുക്കുന്നു. an മാറ്റിയിട്ട് 1 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് കിട്ടി. 2x² മൈനസ് 5x പ്ലസ് 3 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ 3/2 ഓർ 1 എന്ന് കിട്ടും. ശരിയാണല്ലോ. അപ്പോൾ 3/2, 1 റൂട്ട്സ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക്കാണ് 2x² മൈനസ് 5x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഞാൻ an എന്നുള്ളതിനെ സം നമ്പർ ഇൻറ്റു ആൽഫ റൈസ് ടു n, ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ 3/2 ആയിട്ട് എടുക്കാം, ബീറ്റ 1 ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ 3/2 റൈസ് ടു n പ്ലസ് k2 ഇൻറ്റു ബീറ്റ റൈസ് ടു n എന്ന് പറഞ്ഞാൽ 1 റൈസ് ടു n. അത് 1 തന്നെയാണ്, എഴുതേണ്ട കാര്യമില്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിലേ ന്യൂട്ടൺസ് തിയറം അനുസരിച്ച്, അപ്പോൾ ഇനി ഇവിടം തൊട്ടൊന്ന് വായിച്ച് നോക്കി. നമ്മുടെ കയ്യിൽ ഒരു ക്വാഡ്രാറ്റിക് ഉണ്ട്. ആ ക്വാഡ്രാറ്റിക്കിൻ്റെ 2 റൂട്ട്സ് ആണ് 3/2ഉം 1ഉം. ഞാൻ an എന്നുള്ളതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു? k1 ഇൻറ്റു ആൽഫ റൈസ് ടു n പ്ലസ് k2 ഇൻറ്റു ബീറ്റ റൈസ് ടു n അങ്ങനെ ഡിഫൈൻ ചെയ്തല്ലോ. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺസ് തിയറം അനുസരിച്ചിട്ട് എനിക്ക് ഈ ക്വാഡ്രാറ്റിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റുക? 2 ഇൻറ്റു x² മാറ്റിയിട്ട് an പ്ലസ് 2 എന്ന് എഴുതാം. ശരിയല്ലേ? മൈനസ് 5 ഇൻറ്റു x മാറ്റിയിട്ട് an പ്ലസ് 1 എന്ന് എഴുതാം, പ്ലസ് 3 ഇൻറ്റു അവിടെ an എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 0. ശരിയാണല്ലോ. ശരിക്കും ഇത് തന്നെയല്ലേ നമ്മുടെ സീക്വൻസിൻ്റെ റിഡക്ഷൻ ഫോർമുലയായിട്ട് തന്നിരിക്കുന്നത്? ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിലെ n എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? an
ഇസ് ഈക്വൽ ടു എസ് എൻ അല്ല എ എൻ എന്ത് ടൈം എങ്ങനെയായിട്ട് എടുക്കാം K1 ഇൻറ്റു 3/2 റൈസ് ടു n പ്ലസ് K2 ആയിട്ട് എടുക്കാമല്ലോ അല്ലേ. പക്ഷേ K1 എന്താണ് K2 എന്താണെന്ന് അറിയണം. എന്നിന് നമുക്ക് 1 കൊടുത്തു നോക്കിയാൽ 0 കൊടുത്തു നോക്കാം ആദ്യം. എന്നിന് 0 കൊടുത്താൽ A0 ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു 3/2 റൈസ് ടു 0 അത് 1 ആകുമല്ലോ പ്ലസ് K2 ഇംപ്ലൈസ് A0 നമുക്ക് തന്നിട്ടുണ്ട് 0 ആണ്. സോ 0 ഇസ് ഈക്വൽ ടു K1 പ്ലസ് K2. ഫ്രം ദെയർ K2 ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് K1. ക്ലിയർ ആണല്ലോ. യെസ്. ഇനി നമുക്ക് എന്നിന് 1 കൊടുക്കാം. ഇഫ് n ഇസ് ഈക്വൽ ടു 1 ദെൻ A1 ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു 3/2 റൈസ് ടു 1 പ്ലസ് K2 എന്നല്ലേ വരുന്നത്. പക്ഷേ ഇംപ്ലൈസ് എന്താ A1 ഈസ് ഓൾസോ ഗിവൺ 1/2 എന്ന് തന്നിട്ടുണ്ട്. സോ 1/2 ഇസ് ഈക്വൽ ടു 3/2 K1 പ്ലസ് K2 നമുക്ക് തൊട്ട് മുകളിൽ മൈനസ് K1 എന്നുണ്ട്. അതായത് 1/2 ഇസ് ഈക്വൽ ടു 1/2 K1 എന്ന് വരും. അതായത് K1 ഇസ് ഈക്വൽ ടു 1. K1 1 ആണെങ്കിൽ K2 എത്ര കിട്ടുക -1. സോ K1ഉം K2ഉം കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് nth ടേം ഓഫ് ദ സീക്വൻസ് an എങ്ങനെ എഴുതാം an ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു K1 1 ആണ്. സോ 3/2 ദ ഹോൾ റൈസ് ടു n പ്ലസ് K2 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ an നമുക്ക് കിട്ടി 3/2 ദ ഹോൾ റൈസ് ടു n -1. അപ്പോൾ സീക്വൻസിൻ്റെ nth ടേം കിട്ടി. അങ്ങനെയാണെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സം എഴുതാം. നമുക്ക് വേണ്ടത് സിഗ്മ k ഇസ് ഈക്വൽ ടു 1 to 100 അല്ലേ. സിഗ്മ k ഇസ് ഈക്വൽ ടു 1 to 100 AK ശരിയാണല്ലോ. അതായത് സിഗ്മ k ഇസ് ഈക്വൽ ടു 1 to 100 AK. an നമുക്ക് എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത് 3/2 ദ ഹോൾ റൈസ് ടു n -1. അപ്പോൾ 3/2 ദ ഹോൾ റൈസ് ടു k -1. അപ്പോൾ ഇതാണ് AK അല്ലേ. ഇസ് ഈക്വൽ ടു സിഗ്മ k ഇസ് ഈക്വൽ ടു 1 to 100 3/2 റൈസ് ടു k മൈനസ് സിഗ്മ k ഇസ് ഈക്വൽ ടു 1 to 100 1 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ്പാൻഡ് ചെയ്താൽ 3/2 റൈസ് ടു 1 പ്ലസ് 3/2 സ്ക്വയർ പ്ലസ് 3/2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 3/2 ദ ഹോൾ റൈസ് ടു 100 മൈനസ് ആ സെക്കൻഡ് ടൈം നോക്കി സിഗ്മ k ഇസ് ഈക്വൽ ടു 1 to 100 1. അതായത് 1നെ നമുക്ക് 100 ടൈംസ് ആഡ് ചെയ്യണം. സോ 100 അല്ലേ വരിക. വിച്ച് ഈസ് ഈക്വൽ ടു ഈ ആദ്യം കാണുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. ജി പിയുടെ സം നമുക്ക് എടുക്കാം. എന്താ ജി പിയുടെ സം a ഇൻറ്റു അപ്പോൾ ഇവിടെ a 3/2 ആണ്. r റൈസ് ടു n -1 r 3/2 ആണ്. സോ 3/2 റൈസ് ടു n n 100 ആണല്ലോ. -1 ഡിവൈഡഡ് ബൈ r -1 3/2 -1 -100 എന്ന് കിട്ടും. ശരിയല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 3/2 റൈസ് ടു 100 -1. അതെന്താ വരിക an നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് an എന്ന് പറയുന്നത് 3/2 റൈസ് ടു n -1 എന്നാണ്. അപ്പോൾ 3/2 റൈസ് ടു 100 -1 എന്ന് പറഞ്ഞാൽ a 100 ആണല്ലോ അല്ലേ. അപ്പോൾ 3/2 ഇൻറ്റു a 100 ഡിവൈഡഡ് ബൈ 3/2 -1 അത് 1/2 ആണ്. പിന്നെ -100 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു a 100 അല്ലേ -100 എന്ന് കിട്ടും. സോ 3 ഇൻറ്റു a 100 -100 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. 3 ഇൻറ്റു a 100 -100 എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ 2ലാണ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആകുന്നത്.